പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട തിരുവചനം, അത് പുറപ്പാട് പുസ്തകം, ബുക്ക് ഓഫ് എക്സോഡസ് 20-ാം അധ്യായം 12-ാം തിരുവചനമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം. പുറപ്പാട് പുസ്തകം എഴുതുന്നവരൊക്കെ എഴുതി പഠിച്ചോണേ. ഇത് വെറുതെ കേട്ടോണ്ട് പോകാനുള്ള വചനമല്ല, കണ്ടുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ഈ വചനങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൊണ്ടാണ് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഈ ശുശ്രൂഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഇതാണ് വചനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാലോ? വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഒച്ചത്തിലേറ്റു പറഞ്ഞോ: നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ബഹുമാനിക്കുക, ബഹുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ. അതല്ല കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെയൊക്കെ വന്നിരിക്കുന്നതും അല്ലേ? പ്രത്യേകിച്ച് കൊറോണ കാലത്തൊക്കെ അതിൻ്റെ തീവ്രത പല രീതിയിൽ നമ്മൾ കണ്ടതാണ്. എങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹം. ഇതാ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിനക്ക് ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കണമെങ്കിൽ നീ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അപ്പനെയും അമ്മയും എന്ത് ചെയ്യണം? പറയൂ. അപമാനിക്കണമെന്നോ? ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഇതിനെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാം തിരുവചനം. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. രണ്ട് കാര്യങ്ങളാണ്. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതിനെ അല്പം കൂടെ വ്യത്യസ്തമായിട്ട് ഇതാ നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിനക്ക് ദീർഘായുസ്. രണ്ട്, നീ ജീവിക്കുന്ന നിന്റെ നാട്ടില്, നീ ജീവിക്കുന്ന നിന്റെ വീട്ടില്, നിന്റെ അന്തരീക്ഷത്തിൽ നിനക്ക് നന്മയുണ്ടാവും, സമാധാനം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി നിന്റെ അപ്പനെയും അമ്മേനെയും നീ ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന് ദീർഘകാലം ജീവിച്ചിരിക്കണം. രണ്ടാമത്തത്, നിന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവണം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നിന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവണം. നിന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാകണം. അതിനെന്താ ചെയ്യണ്ടേ? പറഞ്ഞേ. അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. താടിക്ക് കൈയും കൊടുത്ത്, അച്ഛാ അപ്പനും അമ്മയും മരിച്ചുപോയി, ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്യണ്ടേ? പേടിക്കണ്ട. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചില വഴികൾ പറഞ്ഞു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില മക്കൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അച്ഛാ അമ്മ എൻ്റെ കൂടെ അല്ല, പിന്നെ ഞാൻ എന്നാ ചെയ്യും? വിഷമിക്കേണ്ട, വഴികൾ കർത്താവ് പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഭൂമിയിൽ നിനക്ക് ദീർഘനാൾ ജീവിച്ചിരിക്കണോ? എന്ത് ചെയ്യണം? അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കണം. ഈ ഭൂമിയിൽ നീ ജീവിക്കുന്ന സ്ഥലത്ത് നിനക്ക് സമാധാനം വേണോ? നന്മ വേണോ? എന്ത് ചെയ്യണം? അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കണം. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ, കേട്ടോ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1, 2, 3. സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 1, 2, 3.
വളരെ പ്രധാനപ്പെട്ട വചനങ്ങൾ പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയുന്നത് ദേ ഈ വാഗ്ദാനത്തോടു കൂടിയ കൽപ്പനയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി വാഗ്ദാനങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അല്ലേ? വിശുദ്ധ ഗ്രന്ഥത്തിൽ 8500-ലധികം വാഗ്ദാനങ്ങൾ, മോർ ദാൻ 8500 പ്രോമിസസ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഏതൊരു വാഗ്ദാനത്തിൻ്റെ പിന്നിലും കർത്താവ് ഒരു കൽപ്പനയും കൂടെ പറയും, ഒരു കമാൻഡ്മെന്റും കൂടെ പറയും. നീ ശ്രദ്ധിക്കണം, ഇന്നത് ചെയ്താൽ ഇത് കിട്ടും. അതാണ് വാഗ്ദാനത്തോടു കൂടിയ കൽപ്പനയുടെ പ്രത്യേകത. വാഗ്ദാനമുണ്ട്, നിനക്കൊരു കാര്യം കിട്ടും, പക്ഷെ എന്ത് ചെയ്യണം? നീ ഇന്നത് ചെയ്യണം. അപ്പോൾ വാഗ്ദാനത്തോടുകൂടി ആദ്യത്തെ കൽപ്പന ഏതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തോട് ചോദിച്ചാൽ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. ഏതാണ്? നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിച്ചാൽ, സ്നേഹിച്ചാൽ നിനക്ക് 2 കാര്യങ്ങൾ കിട്ടും. ഒന്നാമത്തത്, നിനക്ക് ദീർഘായുസ് കിട്ടും. രണ്ടാമത്തെ കാര്യം, നീ ജീവിച്ചിരിക്കുന്ന നാട്ടിൽ നിനക്ക് സമാധാനം ഉണ്ടാവും. പലതകരം ഉയർത്തി ഒച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയാ. അപ്പൊ വചനം എന്താ പറയുന്നത്? കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. അത് ന്യായയുക്തമാണ്. അനുസരിക്കണ്ടേ? വേണ്ടേ? വേണം. അത് ന്യായമാണ്. എന്നാൽ ബൈബിള് പറയുന്നത് വെറുതെ അനുസരിച്ചാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മാതാപിതാക്കളോട് ബഹുമാനം ഉണ്ടായിരിക്കണം. അനുസരിച്ചാൽ മാത്രം പോരാ, ബഹുമാനം ഉണ്ടായിരിക്കണം. രണ്ടും വ്യത്യാസമുണ്ടോ? പറയ്, വ്യത്യാസമുണ്ടോ? അനുസരിച്ചാൽ പോരെ, ബഹുമാനം വേണോ? അല്ല, അനുസരിച്ചാൽ പോരെ. അപ്പൊ ചിലർ ചിന്തിക്കുക, അച്ഛാ ഈ അതെന്നെ വ്യത്യാസം, എന്നെ അനുസരിക്കുന്നു, ബഹുമാനം ഉള്ളത് കൊണ്ടല്ലേ അനുസരിക്കുന്നതാണോ? അല്ലെന്ന്. ഇപ്പൊ നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, മേലുദ്യോഗസ്ഥൻ പറയുന്നൊരു കാര്യം അനുസരിക്കുന്നത് അദ്ദേഹത്തോട് ബഹുമാനം ഉള്ളത് കൊണ്ടാണോ? അല്ല, മറിച്ച് എന്തുകൊണ്ടാണ്? അയാൾ പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ, വേറെ മാർഗമൊന്നുമില്ല. അയാളോട് ബഹുമാനം ഉള്ളത് കൊണ്ടൊന്നുമല്ല, അദ്ദേഹം പറയുന്നത് അനുസരിക്കണം, എങ്കിലേ എനിക്ക് മാസം ശമ്പളം കിട്ടുകയുള്ളൂ, എങ്കിലേ എനിക്ക് ഈ കമ്പനി ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ബോസിനെ ഞാൻ അനുസരിക്കും. ബഹുമാനം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചില കാര്യങ്ങൾ മേലുദ്യോഗസ്ഥൻ പറയുമ്പോൾ പിറുപിറുത്തുകൊണ്ടാണ് അനുസരിക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ അയാളോട് ബഹുമാനം ഉണ്ടാവണം നിർബന്ധമില്ല. എന്നാൽ മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് പറയുകയാണ്: വെറുതെ അനുസരിച്ചാൽ മാത്രം പോരാ, ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, അനുസരിച്ചാൽ മാത്രം പോരാ, ബഹുമാനിക്കണം. പറഞ്ഞോട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒട്ടുമുക്കാലും വീടുകളിലൊക്കെ നമുക്കറിയാം, നമ്മുടെ ജീവിത ശൈലിയൊക്കെ മാറി. ഒട്ടുമുക്കാലും കുടുംബങ്ങളിൽ നിന്ന് മക്കളൊക്കെ വിദേശങ്ങളിലാണ്. വീട്ടിൽ നിന്ന് ആരെങ്കിലും വിദേശത്തുള്ളവർ ഒന്ന് കൈപൊക്കാവോ? വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിദേശത്തുള്ളവർ കണ്ടില്ലേ? ഒട്ടുമുക്കാലും പേര് കൈപൊക്കിയിട്ടുണ്ട്. നല്ല കാര്യം. മക്കളൊക്കെ പല വീടുകളിലും വിദേശത്താണ്. ഞങ്ങൾ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുമ്പോൾ വീട് സന്ദർശിക്കാൻ പോകും. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ വീട് സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ആ വീട്ടിൽ 2 പേര് അല്ലെങ്കിൽ ഒരാളുണ്ടാവും. ആരാ ഇവര്? പ്രായമായ അപ്പനും അമ്മയും. വലിയ വീടുണ്ടാവും, 2 നില വീടുണ്ടാവും. ആ വീടിൻ്റെ മുൻവശത്ത് ഒരു ചാരുകസേരയിൽ ഒരു അപ്പൻ ഇരിപ്പുണ്ടാവും. രാവിലെ പത്രവും വായിച്ച്, ആ പത്രം സകല പേജും വായിച്ച് തീർക്കും. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, അല്ലേ?
അവിടെ ഇരുന്നുകൊണ്ട് പത്രം മുഴുവൻ വായിച്ചു തീർക്കും. വഴിയെ പോകുന്ന ആരോടെങ്കിലൊക്കെ സംസാരിക്കാൻ ആഗ്രഹിച്ച് വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഇരിക്കും. മക്കളെവിടെയാ? വിദേശത്താണ്. അപ്പം ഈ അപ്പന് വീട്ടിലുള്ള 2 നിലയിലെ എല്ലാ മുറിയിലൊന്നും കയറാനൊന്നും പറ്റിയല്ല. കാരണം ആരോഗ്യം അനുവദിക്കുന്നില്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്നവരെ തന്നെ ചിന്തിച്ചാൽ മതിയല്ലേ. വീട് പണിതപ്പോൾ അച്ഛ 2 നില വീട് പണിതു, പക്ഷേ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാനായിട്ട് അനുവദിക്കുന്നില്ല. കാലേ നീരായി, വാദമായി, പിത്തമായി. പണ്ടത്തെ ആരോഗ്യം ഇപ്പം ഇല്ലാത്തതുകൊണ്ട് മുകളിലത്തെ നിലയിലോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല. നമ്മുടെ പല വീടുകളുടെയും അവസ്ഥ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഒട്ടുമുക്കാലും ഒക്കെ വരുന്ന വീടുകളിൽ പ്രായമായ ഒരു അപ്പനും അമ്മയുണ്ടാവും. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഈ കൂട്ടായ്മയിൽ സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തന്നതിൻ്റെ ഒരു പ്രാധാന്യം, മക്കൾക്ക് അപ്പനോടും അമ്മയോടും അനുസരണം മാത്രം പോരാ, അതിൻ്റെ ഒരു പടി മുകളിൽ ബഹുമാനം വേണമെന്ന് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് ഓർമ്മപ്പെടുത്താനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കുടുംബത്തില് വലിയൊരു തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തായ ഒരു വൈദികൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നു. ഈ അച്ഛൻ പങ്കുവച്ച ഒരു സംഭവമാണ്. ആ കുടുംബത്തിലെ കുടുംബനാഥൻ പറഞ്ഞു, ഞങ്ങളുടെ വീട് ഒന്നും മെച്ചപ്പെടുന്നില്ല, വീട്ടിൽ മുഴുവൻ അസ്വസ്ഥതയാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്, ഇരുട്ടാണ്. അപ്പം ഈ അച്ഛൻ ചെന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ അച്ഛനും പറഞ്ഞു, ശരിയാണല്ലോ, ഇവിടെ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടല്ലോ, അതെന്താണ്? അപ്പം അവരെല്ലാവരും പറഞ്ഞു, എന്താണാവോ? അപ്പം അച്ഛൻ പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ച് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ഇരുട്ട് മാറ്റാം. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് കുറേ സമയം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അവർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ രീതി അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങളിങ്ങനെ മാറി മാറി കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അച്ഛനൊരു ദർശനം പോലെ ഒരു കാഴ്ച കണ്ടു. ആ കുടുംബത്തിലെ കുടുംബനാഥൻ ഒരാളുടെ കഴുത്തെ പിടിച്ചിങ്ങനെ ഞെരിക്കുന്നത് പോലത്തെ ഒരു ദർശനം. ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരല്പസമയം അച്ഛന് ഈ ചേട്ടനോട് സംസാരിക്കാൻ കിട്ടിയപ്പോൾ ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടു, ഇതിൽ വല്ല സത്യമുണ്ടോ? ചേട്ടൻ ഒരാളുടെ കഴുത്തെ പിടിച്ചിങ്ങനെ ഞെരിക്കുന്നത് പോലെ. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ശരിയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്നിട്ട് ഇയാൾ കരയാൻ തുടങ്ങി. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം അപ്പം മരിച്ചുപോയി, അപ്പനെ ഇയാൾ കഴുത്തെ പിടിച്ച് ഞെരിക്കാൻ പോയ ഒരു സംഭവമുണ്ട്. ചോദിച്ചു വന്നപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുടുംബത്തിന് വേണ്ടി ഏറെ കഷ്ടപ്പെട്ട ഒരാളാണ് ഇപ്പോഴത്തെ ഈ മനുഷ്യൻ. ബാക്കിയുള്ള സഹോദരങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതിൽ ഇദ്ദേഹം വല്ലാണ്ട് കഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിന് അധികം വിദ്യാഭ്യാസമൊന്നും ഉണ്ടായില്ല. കുടുംബത്തിലെ കൃഷിയിടവും വീടൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ വീട് വീതം വെപ്പ് വന്നപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ഇതിൽ നല്ലൊരു ഭാഗം എനിക്ക് കിട്ടും. പക്ഷേ മറ്റു മക്കൾക്ക് അപ്പൻ സ്വത്ത് വീതം വെച്ചപ്പോൾ നല്ല ഭാഗം കൊടുത്തു, ഇദ്ദേഹത്തിന് ആഗ്രഹിച്ചത് കിട്ടിയില്ല. അന്ന് ഇയാൾ അസ്വസ്ഥനായി. അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അസ്വസ്ഥനായി. അന്ന് അപ്പനെ മുറിക്കകത്ത് ചെന്ന് കഴുത്ത് ഞെരിച്ച് കൊല്ലാനൊരു ശ്രമം നടന്നിട്ടുണ്ട്. ഈ സംഭവം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അച്ഛൻ പറഞ്ഞു, ചേട്ടാ, ഈ സംഭവത്തെ ഓർത്ത് പശ്ചാത്തപിക്കാനും പ്രാർത്ഥിക്കാനും ഈ വിഷയത്തിൽ ദൈവത്തിന് മുമ്പിൽ കരുണയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ കുടുംബത്തിൽ ആ തിന്മ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാനിത് ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ ഓർമ്മപ്പെടുത്താൻ കാരണം, മാതാപിതാക്കൾക്കെതിരെ പറയുന്ന വാക്കും സംസാരവും ജീവിത രീതിയും പ്രവൃത്തിയും അത് വെറുതെ ആകാശത്ത് മാത്രമല്ല, മണ്ണിൽ അതിൻ്റെ ഫലങ്ങൾ ഉളവാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനം. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കണം, മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. കൃത്യമായിട്ടാണ് പറയുന്നത്. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കണം, മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. ഈ മകനെ എന്ന് പറയുമ്പോൾ മകളെ എന്നും കൂടെ അർത്ഥമുണ്ട്. പിതാവിനെ എന്ന് പറയുമ്പോൾ അമ്മയെ എന്നും കൂടെ അർത്ഥമുണ്ട്. വാർദ്ധക്യത്തിൽ വരെ അവരെ എന്ത് ചെയ്യണം? സഹായിക്കണം. മരിക്കുന്നത് വരെ ആ വ്യക്തിക്ക് ദുഃഖം ഉണ്ടാക്കരുതെന്ന്
ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തികളിൽ, നിങ്ങളുടെ സംസാരം വഴി അവർ ദുഃഖിച്ചിട്ടുണ്ടോ? നിങ്ങൾ മൂലം അവർ കരയേണ്ടി വന്നിട്ടുണ്ടോ? വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 13-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 3 വേഴ്സ് 13 വചനം പഠിപ്പിക്കുന്നു, അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കണം. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. സ്വന്തം അപ്പനെയും അമ്മയെയും കുറിച്ചാ വചനം പഠിപ്പിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ അറിവ് കുറവായിരിക്കും. നിങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടി, നിങ്ങൾക്ക് ഒത്തിരി അറിവ് കിട്ടി. അപ്പനോടും അമ്മയോടും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഒരറിവും ഇല്ലാത്തവര്, ഒരു ലോകപരിചയം ഇല്ലാത്തവര്, ഈ വീട്ടിലെ കാര്യങ്ങൾ മാത്രം അറിയാവുന്നവർ, ഇവരോടൊക്കെ സംസാരിച്ചിട്ട് എന്ത് കാര്യം? ചിലപ്പോൾ മക്കൾക്ക് അങ്ങനെ തോന്നും, മക്കൾക്ക് വലിയ അറിവുണ്ടെന്ന് തോന്നും. വചനം പഠിപ്പിക്കുന്നു, അവർക്ക് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കണമെന്ന്. ചില കാര്യങ്ങൾ അവർ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും മണ്ടത്തരാണ്, പൊട്ടത്തരാണ്, പ്രായമായില്ലേ. ചില സമയത്ത് അവർക്ക് മറവി ഉണ്ടാകും. ഒരു കാര്യം തന്നെ പലതവണ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു പൊട്ടത്തരം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. വചനം പഠിപ്പിക്കുന്ന അവരോട് സഹിഷ്ണുത കാണിക്കണം. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പ്രായമാകുമ്പോൾ അപ്പനും അമ്മയ്ക്കും എന്തു പറ്റും? ശാരീരികമായ ക്ഷീണങ്ങൾ വരും, മനസ്സിൽ ഭാരങ്ങൾ വരും. അവർക്ക് നടക്കാൻ പറ്റണമെന്നില്ല, അവർ കിടപ്പ് രോഗികളാവാം, അവർ മാനസിക ബലം കുറയും. പക്ഷെ വചനം പഠിപ്പിക്കുന്ന എന്താണ്? നീ ബലവാനായിരിക്കാം, പക്ഷേ അവരെ നിന്ദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, മാതാപിതാക്കളെ നിന്ദിക്കരുത്. നമ്മൾ ഈ വചനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ തലയ്ക്ക് മുകളിലൂടെ പറത്തിവിടാനല്ല, നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. എൻ്റെ അപ്പനെ അമ്മയെ ഞാൻ നിന്ദിക്കുന്നുണ്ടോ? ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച, മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ ഇരുന്ന് പ്രായമായ അപ്പനെ അവിടെ ഇരുത്തിക്കൊണ്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. തമാശ പറയുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് എല്ലാവരും കൂടെ ഈ പ്രായമായ മനുഷ്യനെ ഇരുത്തി കളിയാക്കി അവസാനം ഞാൻ കാണുന്ന കാഴ്ച, ഈ അപ്പൻ അവിടെ ഇരുന്നുകൊണ്ട് കരയുന്നു. മക്കളും കൊച്ചുമക്കളും വട്ടത്തി ഇരുന്നുകൊണ്ട് അപ്പനെ കളിയാക്കി അപ്പനെ കഴിവില്ലെന്നും ഗുണമില്ലെന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യനെ അവസാനം ഇരുത്തി കരയിപ്പിക്കുന്നു. വചനം പഠിപ്പിക്കുന്ന കാര്യം, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളെ സൂക്ഷിക്കണം. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ചില മക്കൾക്ക് ഇവിടെ ഇരിക്കുന്നവരോ ഓൺലൈനിൽ പങ്കെടുക്കുന്നവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, അച്ഛാ എൻ്റെ അപ്പൻ പറയുന്ന ആശയം ശരിയല്ല, എൻ്റെ അപ്പൻ നിലപാട് ശരിയല്ല, അപ്പൻ്റെ ഇഷ്ടങ്ങൾ അത് ശരിയല്ല. ആയിക്കോട്ടെ, നിന്റെ നിലപാട് എങ്ങനെയാ? നിന്റെ പ്രവർത്തികൾ എങ്ങനെയാ? നിന്റെ സംസാരം എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടുന്ന് വലിയ ദൂരമല്ലാത്തൊരു വീട്ടിൽ നടന്നൊരു ദുഃഖകരമായ കാര്യം പറയാം. അപ്പൻ അല്പസ്വല്പം മദ്യപിക്കുന്നൊരപ്പൻ. ആ പ്രദേശത്ത് ഈ മനുഷ്യൻ പല വീടുകളിലും പോയിട്ട് പൈസ വാങ്ങിയിട്ടാണ് മദ്യപിക്കുന്നത്. ഒരു സമയത്ത് ഇദ്ദേഹം വലിയ ഒരാളായിരുന്നു ആ പ്രദേശത്തെ. ഇപ്പൊ പ്രായമായി. മദ്യപിക്കണമെങ്കിൽ ഇയാൾക്ക് പണമില്ലാത്തത് കൊണ്ട് ചുറ്റുവട്ടത്തുള്ള കടകളിലും വീടുകളിലൊക്കെ പോയി പൈസ വാങ്ങിയിട്ടാണ് മദ്യപിക്കുന്നത്. 2 മക്കളുണ്ട്, ഒരാണും പെണ്ണും. അവർ സമൂഹത്തിലെ ഉന്നത നിലവാരത്തിലുള്ളവരാണ്. ഇവർ ഈ അപ്പനെ മൈൻഡ് പോലും ചെയ്യില്ല. അപ്പൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല, അപ്പനോട് മിണ്ടാറില്ല. എന്നാൽ അപ്പൻ അതേസമയം തന്നെ ഒരു പ്രതിഷേധം പോലെ മദ്യപാനം കൂട്ടിക്കൊണ്ടിരുന്നു. വീടുകളിൽ പോയിട്ടും കടകളിൽ പോയിട്ടും പണം വാങ്ങി കുടിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം മദ്യപിച്ച് ഈ അപ്പൻ വീട്ടിലോട്ട് വന്നപ്പോൾ മകൻ അപ്പനെ കെട്ടിയിട്ടു, ഒരു ബെഞ്ചിൽ ഇങ്ങനെ കെട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇയാൾ ഇനി വീട് വിട്ട് പോകണ്ട, ഈ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കണ്ട, ഇയാൾ ഒരു ശല്യമാണ്, ഇയാളെ കൊണ്ട് തോറ്റു. മകൻ, വിദ്യാഭ്യാസമുള്ള മകൻ, അപ്പനെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ കെട്ടിയിട്ടു. കലി തീരാതെ ഈ മകൻ എന്ത് ചെയ്തെന്നറിയോ? ഈ മകൻ വീട്ടിൽ ഈ ശരീര പുഷ്ടിക്ക് വേണ്ടി ജിമ്മൊക്കെ എടുക്കാൻ വേണ്ടി കുറേ ഇരുമ്പിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൻ ഈ ഒരു ബെഞ്ചിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് കരയുമ്പോൾ ഈ മകന് ദേഷ്യം കൂടി. അപ്പനെ കുറിച്ച് ഓർത്തിട്ട് ദേഷ്യം കൂടി. അപ്പൻ ആ കടയിൽ പോയി, ആ വീട്ടിൽ പോയിട്ട് പണം വാങ്ങിയിട്ട് ഞങ്ങളെ നാണം കെടുത്തുന്നു, മദ്യപിച്ച് ഈ കുടുംബത്തിന് നാശമുണ്ടാക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ മകൻ
ആ ഇരുമ്പിന്റെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അപ്പന്റെ 2 മുട്ടുകാലും ഇടിച്ച് തകർത്തിട്ട് പറഞ്ഞു, ഇനി ഈ വീട് വിട്ട് ഇയാൾ എങ്ങനെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പന്റെ മുട്ടുകാല് 2ഉം ഇടിച്ച് തകർത്ത മകൻ. ഞാനിത് പറയുമ്പോൾ സിനിമാ കഥയല്ല. സ്വന്തം അപ്പന്റെ മുട്ടുകാല് 2ഉം തല്ലി ഒടിച്ച മകന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെയൊക്കെ കുടുംബത്തില് മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ക്ഷീണം ഉണ്ടാവും. നിങ്ങളുടെ അത്ര അറിവുണ്ടാകണമെന്നില്ല, ഓർമ്മശക്തി ഉണ്ടാവണമെന്നില്ല, പലതരത്തിലുള്ള കുറവുകൾ ഉണ്ടാവും. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന എന്നറിയോ? അപ്പനെയും അമ്മയും നിന്ദിക്കരുത്. അതുകൊണ്ട് ആ വചനം പഠിപ്പിച്ചത്, അവർക്ക് അറിവ് കുറവാണെങ്കിലും അവരോട് സഹിഷ്ണുത കാണിക്കണം. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ദൈവ തിരുമുമ്പിലിരുന്ന് ധ്യാനിക്കുക. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനം, പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് കുടുംബത്തിന്റെ ബലം. നിന്റെ കുടുംബം ഇന്ന് നിലനിൽക്കുമ്പോ നീ 2 നില വീടും 3 നില വീടും കാറും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിനക്ക് കൃഷിയിടം ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിന്റെ അധ്വാനം കൊണ്ട് എല്ലാം കൊള്ളാം. ചോദ്യം ഒന്നേ ഉള്ളൂ, അവരുടെ അനുഗ്രഹം ഉണ്ടോ? അവരുടെ അനുഗ്രഹമാണ് നിന്റെ കുടുംബത്തിന്റെ ബലം. ഇല്ലെങ്കിൽ എന്തു പറ്റും? അടിത്തറ ഇളകുമെന്ന്. നമ്മളെല്ലാം അധ്വാനിച്ചാലും ചീട്ടുകൊട്ടാരം പോലെ ഭൂം എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ നിമിഷങ്ങൾക്കുള്ളിൽ പോകും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ആ പുസ്തകത്തില് 2215 ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നു, മാതാപിതാക്കളോടുള്ള ബഹുമാനം അവരോടുള്ള കൃതജ്ഞതയിൽ നിലനിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ അവരോടുള്ള നന്ദിയിൽ നിലനിൽക്കണം. അവർ പ്രത്യേകിച്ച് നിനക്കൊന്നും തന്നിട്ടില്ലെങ്കിലും അവരോടൊരു നന്ദി ഉണ്ടാവണം. നന്ദി, മാതാപിതാക്കളോടൊരു നന്ദി ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, മാതാപിതാക്കളോടൊരു നന്ദി ഉണ്ടായിരിക്കണം. പറഞ്ഞോട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അച്ഛാ എൻ്റെ അപ്പനെ അമ്മേനെ നോക്കിയിട്ട് എനിക്ക് എന്താ മെച്ചം? അവരെനിക്ക് എന്താ തന്നേ? അവരെ നോക്കുന്നത് കൊണ്ട് എന്താ മെച്ചം? എൻ്റെ കുടുംബത്തിൽ മെച്ചമുണ്ടോ? എൻ്റെ ബന്ധങ്ങളിൽ മെച്ചമുണ്ടോ? കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്ന എന്ത് കിട്ടുമെന്നാണ്. എൻ്റെ അപ്പൻ എനിക്ക് എന്ത് തന്നു, എൻ്റെ അമ്മ എനിക്ക് എന്ത് തന്നു, ഇത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ അപ്പൻ മരിക്കുമ്പോഴത്തേക്ക് എന്ത് സ്വത്ത് എനിക്ക് തന്നു, എത്ര പണം എനിക്ക് തന്നു, എൻ്റെ അപ്പനെ കൊണ്ട് എന്ത് മെച്ചം, ഇതാണ് ചിന്തിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതാ 10 വാഗ്ദാനങ്ങൾ പഠിപ്പിക്കുകയാണ്. താല്പര്യമുള്ളവർ എഴുതിയെടുത്ത് പഠിച്ചോ. 10 വാഗ്ദാനങ്ങൾ. നിന്റെ അപ്പനെയും അമ്മേനെയും നീ സ്നേഹിച്ചാൽ, ബഹുമാനിച്ചാൽ നിനക്ക് കിട്ടുന്ന 10 വാഗ്ദാനങ്ങൾ. ഇത് പഠിപ്പിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകമാണ്, ബുക്ക് ഓഫ് സിറാക്ക്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. അതിന്റെ ഹെഡിങ് തന്നെ മാതാപിതാക്കന്മാരോടുള്ള കടമകൾ എന്നാണ്. മാതാപിതാക്കന്മാരോടുള്ള കടമകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരു എളിയ ആഗ്രഹം കൂടെ പറയാം. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാലും മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് ഈ വചന സന്ദേശം അയച്ചു കൊടുക്കണം. എന്നിട്ട് അവരെ ഓർമ്മപ്പെടുത്തണം. അവരൊരു പക്ഷെ ചോദിക്കുന്നുണ്ടാവും ചില സമയത്ത്, ഞങ്ങൾക്ക് എന്നാ കിട്ടി, നിങ്ങൾ വഴി ഞങ്ങൾക്ക് എന്നാ മെച്ചമുള്ളതെന്നൊക്കെ ചോദിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അവരോട് തർക്കിക്കാനൊന്നും പറ്റില്ല. അവർ പറയുന്ന ആശയഗതികളോടൊന്നും ചേരാനുള്ള ശേഷി ഉണ്ടാവണമെന്നില്ല. എന്ത് ചെയ്യണം? ഈ വചനമൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇനി നിങ്ങൾക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പിലേക്ക് ഈ വചന സന്ദേശമൊക്കെ അയച്ചു കൊടുക്കണം. എന്നിട്ട് പറയണം, മകനെ മകളെ സമയം കിട്ടുമ്പോൾ നീ ഒന്ന് കേൾക്കാൻ പറയണം. ചില കാര്യങ്ങൾ വചനമായതുകൊണ്ട് അവരുടെ ഉള്ളിൽ കിടക്കും. തക്ക സമയത്ത് ആ വചനം അവരുടെ ഉള്ളില് കൃത്യമായി ഫലം ചൂടും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാക്ക് ചാപ്റ്റർ 3 വേഴ്സ് 1. വചനം ഇങ്ങനെയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കുവാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ സുരക്ഷിതരായിരിക്കാൻ നിന്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കണം. നീ ഈ ഭൂമിയിൽ സുരക്ഷിതരായിരിക്കാൻ സേഫായിട്ടിരിക്കാൻ നിന്റെ അപ്പനെയും അമ്മേനെ നീ ബഹുമാനിക്കണം. ഒന്നാമത്തെ കർത്താവ് നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ്. എന്താണ്? ഞാൻ സുരക്ഷിതരായിരിക്കാൻ എൻ്റെ അപ്പനെയും അമ്മേനെയും ഞാൻ ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? സുരക്ഷിതരായിരിക്കാൻ, സേഫായിട്ടിരിക്കാൻ എൻ്റെ അപ്പനെയും അമ്മേനെയും ഞാൻ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കല്യാണം കഴിച്ച മകൻ ഭാര്യ വന്നതിന് ശേഷം അമ്മയുടെ സാന്നിധ്യം ഇച്ചിരി ബുദ്ധിമുട്ടായി തുടങ്ങി. എനിക്ക് പരിചയമുള്ളൊരു വീട്. ഈ അമ്മ കഷ്ടപ്പെട്ടാണ് ഈ മകനെ വളർത്തി വലുതാക്കിയത്, പഠിപ്പിച്ചു, ജോലിയായി, അവന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായി, കല്യാണം കഴിച്ചു, എല്ലാം ഭംഗിയായി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കയറി വന്ന പെണ്ണും മകനും കൂടെ ഈ ചെറുക്കനും കൂടെ ആലോചിച്ചു, നമ്മുടെ വീട്ടിലെ ആ ഒരു കംഫർട്ട് സോൺ, നമ്മുടെ വീട്ടിലെ ഒരു സന്തോഷം ഈ അമ്മയുടെ പ്രസൻസ് കാരണം അങ്ങോട്ട് ശരിയാവുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? അമ്മയെ നമുക്ക് എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കാം. അവർ പല ആലോചനകൾ തുടങ്ങി. അവസാനം ഈ അമ്മയെ ഒരു വൃദ്ധമന്ദിരത്തിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. ഈ അമ്മ കരഞ്ഞോണ്ട് എന്നോട് ചോദിച്ച ചോദ്യം, അച്ഛാ, എൻ്റെ മകനെ ഞാൻ സ്നേഹിച്ചത് മണ്ടത്തരമായോ എന്നെനിക്കൊരു സംശയം. അച്ഛാ, ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ഈ മകന് വേണ്ടി മാത്രമാണ് അച്ഛാ ഞാൻ ജീവിച്ചത്. ഈ മകനെ വളർത്താൻ വേണ്ടി എൻ്റെ വീടിന് ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ പോയി അടുക്കളപ്പണി ചെയ്തും വീട് പണി ചെയ്തിട്ടുമാണ് ഞാൻ എൻ്റെ മകനെ വളർത്തിയത്. അവനെ ഞാൻ പഠിപ്പിച്ച് ജോലി മേടിച്ച് അവന് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയായി. ഇപ്പോൾ ഞാൻ അവന് ഒരു അധികപ്പറ്റായി മാറി. അധികപ്പറ്റ് ഈ വാക്കാ ഉപയോഗിച്ചത്. ഞാനിപ്പോൾ എൻ്റെ മകനും എൻ്റെ മകളായിട്ട് വന്നവൾക്കും ഒരു അധികപ്പറ്റായി മാറി. അവരുടെ കംഫർട്ട് സോൺ, അവരുടെ വീട്ടിലെ ആ സുഖകരമായ അന്തരീക്ഷത്തിന് ഞാനൊരു വിലങ്ങുതടിയായി മാറി. ഇങ്ങോട്ട് നോക്കിക്കേ, നിവർന്നിരുന്നേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ ഭൂമിയിൽ നിന്റെ കംഫർട്ട് സോൺ, സുരക്ഷിതരായിരിക്കാൻ ചെയ്യേണ്ട കാര്യം അമ്മനെ അപ്പനെയും കൊണ്ട് വൃദ്ധമന്ദിരത്തിലാക്കുക എന്നുള്ളതല്ല, നീ വേറെ വീട് വെച്ച് പോവുക എന്നുള്ളതല്ല. അവരെ സ്നേഹിക്കുമ്പോഴാണ് നിനക്ക് സുരക്ഷിതത്വം കിട്ടുന്നത്. അവരെ ബഹുമാനിക്കുമ്പോഴാണ് നിനക്ക് സുരക്ഷിതത്വം കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത് ഇടത് ഇരിക്കുന്നവർക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, അപ്പനെ അമ്മേനെയും ബഹുമാനിക്കുമ്പോഴാണ് നമ്മുടെ സുരക്ഷിതത്വം. പറഞ്ഞുകൊടു. ഇത് തന്നെയാണോ പറഞ്ഞത്? അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കുമ്പോഴാണ് സുരക്ഷിതത്വം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ വലിയ ദൈവിക കൃപ, അത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം തിരുവചനം. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതായത് മക്കള് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നു? സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. ഇത് നാട്ടു നടപ്പല്ലെന്ന്, ഇതൊരു നാടിന്റെ നടപ്പല്ല, രീതികളൊന്നും അല്ല, മറിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് സർവശക്തനായ ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതിനാൽ നമ്മൾ ബഹുമാനിക്കണം. ദൈവത്തിന്റെ സ്വപ്നമാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തത് ഇതാ വചനം പഠിപ്പിക്കുന്നത്, പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം തിരുവചനം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് അവരെ ബഹുമാനിക്കുക. അപ്പോൾ സംഭവിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തെറ്റ് പറ്റിയിട്ടുണ്ടാവും, പക്ഷേ അപ്പനെ അമ്മേനെയും ബഹുമാനിച്ചാൽ ഈ തെറ്റുകൾ കർത്താവ് പൊറുക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആശുപത്രി വരാന്തയിൽ ഞാനൊരു മകനെ കണ്ടു. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICUവിന്റെ വാതിക്കയില് മണിക്കൂറുകള് ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരു മകൻ. അപ്പൊ ഇവന്റെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്ന? നിനക്ക് പോയി വിശ്രമിക്കാമല്ലോ. അവരാവശ്യപ്പെടുമ്പോ വന്നിരുന്നാ പോരെ? കാരണം കുറച്ചു സമയമൊന്നുമല്ല, കുറേ നേരമായി അവിടെ ഇരിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചു, ഇവന്റെ കാല് രണ്ടും ചെരുപ്പിടാൻ പറ്റത്തില്ലാത്തൊരു സ്ഥലമാണ്. അപ്പൊ തറയില് ഈ ടൈലുള്ള തറയാണ്. അവിടെ ചവിട്ടി ഇരുന്നിട്ട് ഇവന്റെ കാലിൽ നീര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നേ? നീ പോയി മുറിക്കകത്ത് എവിടെയെങ്കിലും പോയി കിടന്നോ, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? അപ്പൊ അവൻ എന്താ പറഞ്ഞെന്നറിയോ? അച്ഛോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തോരം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മൂലം എന്താ അകത്ത് കിടക്കുന്ന എൻ്റെ അമ്മ ഈ ICUവിന്റെ അകത്ത് കിടക്കുക. ഈ അമ്മ എന്തോരം കരഞ്ഞിട്ടുണ്ടെന്ന് അച്ഛനറിയോ? ഈ അമ്മയുടെ മുമ്പിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യണ്ടേ അച്ഛാ? ഞാൻ ഈ ICUവിന്റെ മുമ്പിൽ എനിക്കറിയാം എൻ്റെ രണ്ട് കാലിലും നീരൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ അമ്മയോടുള്ള സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കാനാ. എൻ്റെ ആയ കാലത്ത് എൻ്റെ അമ്മയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ മൂലം കണ്ണുനീര് മാത്രമേ ആ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ ശക്തിയാണ്. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ, മാതാപിതാക്കളെ സ്നേഹിച്ചാൽ കിട്ടുന്ന വലിയ അനുഗ്രഹമാണ് പ്രായശ്ചിത്തം. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ അനുഗ്രഹത്തെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം തിരുവചനം. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, ബാങ്ക് അക്കൗണ്ട് ഉള്ളവരെന്ന് കൈപൊക്കിക്കേ. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ കൈപൊക്കി, പേടിക്കണ്ടെന്ന്. ഇന്ത്യൻ ഗവൺമെന്റ് എല്ലാവർക്കും തന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആരുടെയും ബാങ്ക് ഡീറ്റെയിൽസ് മേടിക്കാനല്ലെന്ന്. ധൈര്യമായിട്ട് കൈപൊക്കിക്കൂ. ബാങ്ക് അക്കൗണ്ട് ഉള്ളവരൊന്ന് കൈപൊക്കിക്കേ. അമ്മച്ചിക്ക് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ലേ? ഇതെന്നതാ? ഒത്തിരി എല്ലാവരുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതിൻ്റെ അകത്ത്? വായ്പ എടുക്കുന്നു, ലോൺ എടുക്കുന്നു എന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമല്ലോ. ദേ, അപ്പനെയും അമ്മയും ബഹുമാനിച്ചാൽ അതാണ് നിക്ഷേപം. നിന്റെ ബാങ്കിൽ ലക്ഷങ്ങളും കോടികളും ഇടുന്നതല്ല നിക്ഷേപം. നിക്ഷേപം, യഥാർത്ഥ നിക്ഷേപം എന്ന് പറയുന്നത് അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, അപ്പനെ അമ്മേനെ ബഹുമാനിക്കുന്നതാണ് നിക്ഷേപം. പറഞ്ഞോട്. ബാങ്കില് കോടികൾ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? സമാധാനം വേണ്ടേ? മാതാപിതാക്കളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ നിക്ഷേപം. പ്രൈസ് ദി ലോർഡ്. ആറാമത്തെ പ്രത്യേകതയെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കുന്നവരാണ്. അഞ്ചാമത്തെ പ്രത്യേകത കേട്ടോ. 4 കാര്യങ്ങൾ പറഞ്ഞു. അഞ്ചാമത്തത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, മക്കള് സന്തോഷിപ്പിക്കും. ആരെ? ആരെ? മക്കളുണ്ടല്ലോ അല്ലേ? ഉണ്ട്. മക്കളെ മൂലം നിങ്ങൾക്കിന്ന് സന്തോഷമാണോ ദുഃഖമാണോ? തൊണ്ടേന്ന് അങ്ങോട്ട് ഇറങ്ങണില്ലല്ലേ? ഒന്ന് ആലോചിച്ചൊന്ന്. തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് ചിന്തിക്ക്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ മൂലം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താണ് കാരണം? ഒരു പക്ഷേ വചനം പഠിപ്പിക്കുന്നത് എന്താണ്? പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കുന്നു. അവന്റെ മക്കള്, നിങ്ങളുടെ മക്കള് നിങ്ങളെ സന്തോഷിപ്പിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അപ്പനെ അമ്മേനെ നോക്കിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കൊടുത്താ കൊല്ലത്ത് കിട്ടുമെന്നാ പറയണേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ അപ്പനെ അമ്മേനെ വേണ്ട വിധത്തിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ അതനുസരിച്ച് റിട്ടേൺ തരും, തിരിച്ചു നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് ഇതാ 6-ാമത്തെ പ്രത്യേകത, അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വചനം. അവന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. നമ്മുടെ പ്രാർത്ഥന ഇങ്ങോട്ട് നോക്കിക്കേ, എന്തോരം പ്രാർത്ഥിച്ചു കൂട്ടുന്നല്ലേ. ചില സമയത്ത് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊരു ഭാരം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ
വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് അപ്പനെയും അമ്മേനെയും വേണ്ട വിധത്തിൽ നോക്കാത്തത് കൊണ്ടല്ലേ, അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ, ശുശ്രൂഷിക്കാത്തത് കൊണ്ടല്ലേ. നമ്മൾ ചിന്തിച്ചേ, നമുക്ക് ചെയ്യാമായിരുന്ന അനേക നന്മ ചെയ്യുന്നുണ്ടോ? ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് ചിലരിങ്ങനെ കേട്ടോണ്ടിരിപ്പുണ്ട്. അച്ഛാ, ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ല അച്ഛാ, അമ്മ എൻ്റെ വീട്ടിലല്ല, അമ്മ ചേട്ടൻ്റെ വീട്ടിലാണ്. അവർ വല്ല ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. അവർ വല്ല ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. സ്വന്തം അമ്മേനെ നോക്കാൻ വേണ്ടി വല്ലവരും വന്ന് പറയണോ? അമ്മ ആശുപത്രി കിടക്കുകയാണെന്ന് അവർ അറിഞ്ഞിട്ട് നീ പോണോ? അറിയിച്ചില്ലെങ്കിൽ നീ പോകാതിരിക്കുമോ? അമ്മയ്ക്ക് ആശുപത്രിയിൽ മരുന്നിന് പണം ആര് കൊടുക്കും? അമ്മയുടെ അനുദിന ചെലവുകൾ ആര് നിർവഹിക്കും? മകന് മൂത്ത ചേട്ടന് കൂടുതൽ സ്ഥലം കൊടുത്തു, എന്നാൽ പിന്നെ അവർ മുഴുവൻ നോക്കിക്കോട്ടെ. ഇളയവനാണല്ലോ വീട്, അപ്പൊ ഇളയവന്റെ കൂട്ടത്തിലാണല്ലോ അമ്മ അപ്പൻ, ഇനി അവർ നോക്കിക്കോട്ടെ. ഈ ഒരു സ്വഭാവ രീതി നന്നല്ലെന്ന്. സ്വന്തം അപ്പനെ അമ്മേനെയും അവരെവിടെയാണെങ്കിലും അവരെ ശുശ്രൂഷിക്കാൻ, സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ നമുക്ക് കടമയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വന്തം അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ ഞങ്ങളുടെ കൂടെയല്ല, മറ്റ് സഹോദരങ്ങളുടെ കൂടെയാണ്. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങളുടെ കൂടെയല്ല. കൈപൊക്കാൻ പേടിയാണോ? നേരിട്ട് കൈപൊക്കിക്കോ. സ്വന്തം അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, സഹോദരങ്ങൾ അവരാണ് നോക്കുന്നത്. കൈപൊക്കിയവരെ ദേ ഇങ്ങോട്ട് നോക്കിക്കേ. കിട്ടുന്ന ഏറ്റവും അടുത്ത സമയത്ത് പോയി അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ പോയി വെറുതെ അങ്ങോട്ട് ഇരുന്നോണം കേട്ടോ. ആ വീട്ടിലൊക്കെ ചിലപ്പോൾ കയറാതൊക്കെ ഉണ്ടാവും. ചെല്ലണം, എന്നിട്ട് അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ പോയി ഇരിക്കണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് പറഞ്ഞതിന്റെ പേര് പുറത്തിറങ്ങുമ്പോൾ കല്ലുവെച്ച് എറിയുവോ? ചെയ്യണം. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന കാര്യം പറയണേ. അപ്പനെ അമ്മേനെ നമ്മൾ സ്നേഹിച്ചാൽ, ബഹുമാനിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സത്യമുണ്ട്. അത് 6-ാമത്തെ വചനമാണ്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാം വചനം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കണ്ടോ? ദീർഘകാലം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദീർഘകാലം ജീവിച്ചിരിക്കും. എട്ടാമത്തെ അനുഗ്രഹം പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനം ഇങ്ങനെയാണ്. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. ബലം. നിന്റെ വീട് പണിതപ്പോഴത്തേക്ക് അടിത്തറ എത്ര ബലം ഉണ്ടെന്നുള്ളത് നോക്കിയായിരുന്നോ? ഈ അടിത്തറയുടെ ബലം അവിടെ കുഴിച്ചിട്ട സിമെന്റും ഇരുമ്പ് കമ്പിയിലും കല്ലിലുമല്ല, മറിച്ച് അപ്പനെയും അമ്മേനെയും ബഹുമാനിച്ചതിലാണ് കുടുംബത്തിന്റെ ബലം, കുടുംബത്തിന്റെ സുരക്ഷിതത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. 9-ാമത്തെ അനുഗ്രഹം പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം തിരുവചനം പഠിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. മഹത്വം എന്ന് പറഞ്ഞാൽ നല്ല പേര് കിട്ടും. നാട്ടിലെ നല്ല പേരുണ്ടാവും. ഈ പേരുണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇലക്ഷന് നിൽക്കാനല്ല പറഞ്ഞത്. പേരുണ്ടാവാൻ എന്ത് ചെയ്യണം? നാട്ടില് വേറെ വലിയ കാര്യങ്ങൾ ഒന്നും ചെയ്യണ്ടെന്ന്. സ്വന്തം വീട്ടിലെ അപ്പനെ അമ്മേനെ നമ്മൾ സ്നേഹിച്ചാൽ നല്ല പേര് കിട്ടും. പലതും ഇടതും ഇരിക്കുന്നവർ കൈ കൊടുത്തോണ്ട് പറ, നല്ല പേര് കിട്ടാൻ അപ്പനെ അമ്മേനെ നോക്കണമെന്ന് പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 10-ാമത്തെ അനുഗ്രഹം പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനം. കഷ്ടതയുടെ ദിനത്തിൽ നിനക്ക് അത് കാരുണ്യത്തിനായി ഭവിക്കും. നിനക്കൊരു കഷ്ടത വരുമല്ലോ, ആ കഷ്ടത വരുമ്പോൾ നിനക്ക് കാരുണ്യമായി ഇത് കൂടെ ഉണ്ടാവും. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ അപ്പനെ അമ്മേനെ നോക്കിയവർക്ക് അഭിമാനിക്കാം. കാരണം ഈ ശുശ്രൂഷ ചെയ്തത് വഴി നിന്റെ കഷ്ടതയുടെ നടുവിൽ ഇതൊരു അനുഗ്രഹം പോലെ കടന്നു വരും. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒച്ചത്തിലൊരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ അടുത്ത വശവും കൂടെ പറഞ്ഞില്ല, മോശമല്ലേ? അതായത് അപ്പനെ അമ്മേനെയും ബഹുമാനിച്ചാൽ സ്നേഹിച്ചാൽ ഇന്ന 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 കാര്യങ്ങൾ കിട്ടും. 10 കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്തോണം. ഇങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ബഹുമാനിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇതാ വചനം പഠിപ്പിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനം പഠിപ്പിക്കണ എന്നാന്നറിയോ? അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. അടിത്തറ ഇളകും. വീടിന്റെ സമാധാനത്തിന്റെ അടിത്തറ ഇളകും. അമ്മേനെ അപ്പനെയും വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ചില്ലെങ്കിൽ അത് അടിത്തറ ഇളകും. രണ്ടാമത്തെ കാര്യം ഇതാ വചനം പഠിപ്പിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം തിരുവചനം പഠിപ്പിക്കുന്നത്, അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാവും. നമ്മളെക്കുറിച്ച് മോശം നാട്ടിൽ സംസാരം ഉണ്ടാവുന്നു. അപകീർത്തിക്കിരയാകും. അപകീർത്തി, നല്ല പേര് കിട്ടില്ല, അപകീർത്തി ഉണ്ടാവും നമ്മളെക്കുറിച്ച്. അപ്പനെ അമ്മേനെയും വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ചില്ലെങ്കിൽ. മൂന്നാമത്തെ കാര്യം, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം തിരുവചനം, പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. ദൈവദൂഷണത്തിന് തുല്യമാണെന്ന്. എത്ര വലിയ ഭീകരമായ കാര്യങ്ങളാ പറയുന്നേ. ദൈവദൂഷണത്തിന് തുല്യമാണ്. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ പുസ്തകം 1-ാം അധ്യായം 1-ാം പുസ്തകം 5-ാം അധ്യായം 1-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു തിമോത്തി, ഫസ്റ്റ് ലെറ്റർ, ചാപ്റ്റർ 5 വേഴ്സ് 1, 5-ാം അധ്യായം 1-ാം വചനം, നിന്നേക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുത്. നിന്നേക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുത്. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നു, അപ്പനെയോ അമ്മയെ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. കണ്ടോ? അപ്പനെ അമ്മേനെയും പ്രാഗിയാൽ, അങ്ങനെ എഴുതിയിരിക്കുന്നത്, മലയാള വാക്ക് അങ്ങനെ എഴുതിയിരിക്കുന്നത്, അപ്പനെയും അമ്മയും പ്രാഗിയാൽ കൂരിരുട്ടിൽ വിളക്ക് കെട്ടുപോകും. കൂരിരുട്ടിൽ, ഇരുട്ട്, ആ ഇരുട്ടിൽ ആകപ്പാടെ വിളക്ക് മാത്രമാണ് ഒരാശ്രയം. ആ വിളക്കങ്ങ് കെട്ടുപോകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 26-ാം തിരുവചനം പഠിപ്പിക്കുന്നു, പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്നവൻ അപമാനവും അധിക്ഷേപവും വരുത്തിവെക്കുന്നു. ഈ അടുത്ത നാളുകൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഒരപ്പനെ ഒരു മകൻ ഉപദ്രവിക്കുന്നത്. അതിൻ്റെ താഴത്ത് ഇഷ്ടം പോലെ കമൻറ്റുകളൊക്കെ കണ്ടു. ഇവൻ ആരാണ്, ഇവന് ശരിയാക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അപ്പനെ അങ്ങനെ ഉപദ്രവിക്കാവോ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ ചോദ്യം, ഈ കമൻ്റ് ഇട്ട അല്ലെങ്കിൽ ഇത് കണ്ട നമ്മളോടാണ്. നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ യൂട്യൂബിൽ വന്നിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ നമ്മളെങ്ങനെയാണ് പെരുമാറണേ? അപ്പനെയും അമ്മയോടും നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? വചനം എങ്ങനെയാണ്? പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തിവെക്കുന്നു. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 17-ാം തിരുവചനം, പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. ഇതൊരു വലിയ ശക്തമായ വചനം അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരുണമായ അന്ത്യം, ദാരുണമായ അന്ത്യം. ഒരിക്കൽ കൂടെ വായിക്കാം. പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. ഈ വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? നമ്മുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ കുടുംബങ്ങളിൽ വല്ലാണ്ട് ഭാരമുണ്ട്. അച്ഛാ, മക്കൾ എന്നെ ഉപദ്രവിക്കുന്നു, ഉണ്ടല്ലോ, മക്കൾ എന്നെ ഉപദ്രവിക്കുന്നു അച്ഛാ, മക്കൾ എന്നെ ചീത്ത പറയുന്നു അച്ഛാ, മക്കൾ അനുസരിക്കുന്നില്ല അച്ഛാ. കൊള്ളാം, ചിന്തിക്കണം. നീ നിന്റെ അപ്പനെ നിന്റെ അമ്മയെ വേണ്ട വിധത്തിൽ നീ സ്നേഹിച്ചിരുന്നോ? വേണ്ട വിധത്തിൽ പരിഗണിച്ചിരുന്നോ? ശുശ്രൂഷ ചെയ്തിരുന്നോ? എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദാ ഇന്നത്തെ ദിവസം തമ്പുരാന്റെ മുമ്പിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ചാടി എഴുന്നേറ്റ് നിന്നേ, ചാടി എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. പോരാ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. ആ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിനു മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ.
ഈ പറഞ്ഞ വചനങ്ങളെല്ലാം മനസ്സിൽ ഓർത്തോണം. കണ്ണടച്ചോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ പറ്റിയിട്ടില്ലായിരിക്കാം. ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യം കിട്ടുന്നത്. ഒരുപക്ഷെ ചില സമയത്ത്, ചില പ്രായത്തിൽ ഇതിനൊന്നും പറ്റിയിട്ടില്ലായിരിക്കാം. ആ കാലഘട്ടത്തിൽ നമ്മുടെ തെറ്റായ ചിന്ത മൂലം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, കരയിപ്പിച്ചിട്ടുണ്ടാവും. ഈ നിമിഷം കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ നമ്മൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ശ്രദ്ധിച്ചുകൊള്ളുക. നിങ്ങൾ എവിടെയാണെങ്കിലും ഈ സമയത്ത് നിന്റെ അപ്പനെയും അമ്മേനെയും കുറിച്ച് നീ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ മേൽ കരുണയായിരിക്കണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയേ എന്ന് പറഞ്ഞ് മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ അത്ഭുതകരമായ ശക്തി എൻ്റെ മേൽ ഈ നിമിഷങ്ങൾ വ്യാപരിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. നാവ് തുറന്ന് സ്തുതിച്ചേ, ഹൃദയം തുറന്ന് സ്തുതിച്ചേ, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, നിന്റെ ശക്തി എന്റെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അടിത്തറ വെളിപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തില് ഏതെങ്കിലും പീഡകൾ ഉണ്ടെങ്കിൽ കർത്താവിന്റെ ആത്മാവ് ആ പീഡകള്, ആ ദുഃഖങ്ങള്, ഭാരങ്ങൾ എടുത്തു മാറ്റട്ടെ. ആരാധന, 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 ആരാധന. ദൈവമേ, നിന്റെ ശക്തി വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കേട്ട വചനങ്ങള് ദാ നമ്മുടെ കുടുംബങ്ങളില് ഇത് പേടിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി, നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയ ഒരു കടപ്പാട് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനകൾ അർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടപ്പാട്, കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടപ്പാട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഒരുപക്ഷെ മാതാപിതാക്കളെയൊക്കെ വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തി കണ്ണുനീര് വരുത്തിയ ആ നാളുകളിൽ നമ്മുടെ ബുദ്ധിയും ബോധമൊന്നും അത്ര ഉണ്ടായിരിക്കണമെന്നില്ല. നമുക്ക് തെളിച്ചുണ്ടായിരുന്നില്ല, വചനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പം നമുക്ക് അറിവുണ്ട്. അപ്പം എന്ത് ചെയ്യണം? നമുക്ക് സംഭവിച്ച ആ തെറ്റുകളെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്ത പ്രവൃത്തി ഒരിക്കലും നമ്മുടെ മക്കളിലോട്ട് കടന്നു ചെല്ലരുത്. അവർ നമ്മളെ സ്നേഹിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കർത്താവെ, ഒരു കാരണവശാലും ഞങ്ങൾ ചെയ്ത പ്രവർത്തികൾ ഞങ്ങളുടെ മക്കളിലോട്ട് കടന്നു ചെല്ലല്ലേ. തലമുറയായിട്ട് ആ പീഡ നിൽക്കരുതേ. കുടുംബത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കറിയാം കർത്താവെ. അപ്പനെ അമ്മേനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിപ്പന്നെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെയെന്നും. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെയെന്നും. നിനക്കായി ജന്മം നൽകിയോരല്ലേ വേദനിപ്പിക്കരുതേ അവരെ. നിനക്കായി ജന്മം നൽകിയോരല്ലേ വേദനിപ്പിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെയെന്നും. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെയെന്നും. സാധിക്കുമെങ്കിൽ രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ചേ. കണ്ണുകളടച്ചോ. കർത്താവേ, കുരിശോട് ചേർത്ത്
എൻ്റെ ജീവിതവും സമർപ്പിക്കുന്നു. എനിക്ക് പലപ്പോഴും ഒത്തിരി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്ക് ദേഷ്യം വന്നപ്പോൾ, എൻ്റെ ആശയങ്ങൾക്ക് അവരെതിര് നിൽക്കുന്നത് കണ്ടപ്പോൾ, എൻ്റെ സ്വപ്നങ്ങൾക്ക് അവർ എതിർപ്പാണെന്ന് കരുതി ഞാൻ എൻ്റെ വായിൽ വന്നത് പലതും ഞാൻ അവരെ പറഞ്ഞു, ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഓരോ തെറ്റുകളെയും ഓർത്ത് കുരിശോട് ചേർത്ത് ഞാൻ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ചെയ്ത ഓരോ പ്രവൃത്തികളെയും ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയൊഴുക്കണമേ. കരങ്ങൾ ഇങ്ങനെ കുരിശോളം വിരിച്ചു പിടിച്ച് കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ച് കുറവുകളുള്ളവരായിരിക്കാം, ആരോഗ്യം ക്ഷയിച്ചവരായിരിക്കാം, അവരുടെ ആരോഗ്യം അഭികപ്പറ്റാണെന്നു ചൊല്ലി നീ ഒരു നാളും വേദനിപ്പിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെയെന്നും. നിനക്കായി ജന്മം നൽകിയോരല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെയെന്നും. രണ്ട് കരങ്ങളും വിരിച്ചു പിടിക്കുമ്പോൾ ഒരുപക്ഷെ കൈകൾക്ക് വേദനയുണ്ടാവും. ആ കരങ്ങൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചൊരു ത്യാഗം പോലെ നീട്ടിപ്പിടിച്ചോ. കർത്താവേ, എൻ്റെ ശരീരത്തിൽ ഞാനിപ്പോൾ ഏറ്റെടുത്ത് ഈ സമർപ്പിക്കുന്ന ഈ ത്യാഗം എൻ്റെ കുടുംബങ്ങളിലേക്ക് തലമുറ തലമുറയായിട്ട് കർത്താവേ അനുഗ്രഹം വ്യാപരിക്കട്ടെ. എൻ്റെ മാതാപിതാക്കളിലൂടെ അനുഗ്രഹമാണ് എൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറയെന്ന് എനിക്കറിയാം. എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് എനിക്കറിയാം. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ മക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ എനിക്ക് വന്ന വീഴ്ചകൾ എൻ്റെ മക്കളിലേക്ക് വ്യാപരിക്കാതിരിക്കാൻ കർത്താവേ കണ്ണുനീരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, സമ്പത്തില്ലാത്തവരായിരിക്കാം, സൗന്ദര്യം കുറഞ്ഞവരായിരിക്കാം, സൗന്ദര്യമില്ലാവാം, സൗന്ദര്യം കുറഞ്ഞവരായിരിക്കാം, നെഞ്ചകം മുറിയുന്ന വാക്കുകൾ ചൊല്ലി നീ വേദനിപ്പിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെയെന്നും. യേശുവേ, നിനക്കായി ജന്മം നൽകിയോരല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈ നിമിഷങ്ങളിൽ നീ ചിന്തിക്കുക. എൻ്റെ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? എൻ്റെ വാക്കുകളും പ്രവർത്തികളും ഞാൻ ശ്രദ്ധിക്കേണ്ടതല്ലേ? കർത്താവേ, എൻ്റെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ കരുണ വ്യാപരിക്കണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ പീഡകളും മാറാൻ, എൻ്റെ കുടുംബത്തിൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറാൻ, എൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കപ്പെടുവാൻ, ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും കൃഷിയിടങ്ങൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കപ്പെടുവാൻ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ, കൃപയ്ക്ക് മേൽ കൃപ വ്യാപരിക്കപ്പെടട്ടെ. ആരാധന കർത്താവേ, ആരാധന കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന.
ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ